നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 2ാമത്തെ യൂണിറ്റ് ഉള്ളിലാണെപ്പോഴും ഉന്മദാൻ എന്ന പോൽ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. VKN രചിച്ച 50 കഥകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് റെസിഡൻ്റ് എഡിറ്റർ എന്ന പാഠഭാഗം. ഇനി നമുക്ക് പ്രവേശകത്തിലേക്ക് പോകാം. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് KA ജയശീലൻ്റെ സമാഹരിച്ച കവിതകൾ എന്ന കൃതിയിലെ 2 വരികളാണ്. കണ്ണ് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ്. ചിത്രത്തെ വരികളുമായി ബന്ധപ്പെടുത്തി ആശയങ്ങൾ കുറിക്കുക. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു കണ്ണടയാണ്. കണ്ണടയ്ക്കുള്ളിൽ ഒരു ക്യാമറ കാണാം. മറ്റൊരിടത്ത് പൊട്ടിയ ചില്ലോടുകൂടിയ കണ്ണടയുടെ മറുഭാഗം. എന്തെല്ലാമാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്? കണ്ണട കാഴ്ചയ്ക്ക് വ്യക്തതയും തെളിച്ചവും നൽകാനാണ് ഉപയോഗിക്കുന്നത്. കണ്ണടയ്ക്കുള്ളിൽ ക്യാമറ കണ്ണ് എല്ലാം ഒപ്പിയെടുക്കുന്ന ഇന്നത്തെ കാലത്തെ ദൃശ്യമാധ്യമങ്ങളെ സൂചിപ്പിക്കുന്നു. പൊട്ടിയ കണ്ണടയുടെ ദൃശ്യം മാധ്യമങ്ങൾ ചില സന്ദർഭങ്ങളെ കാണാതിരിക്കുകയോ ചെയ്യുന്ന പ്രവണതയെ സൂചിപ്പിക്കുന്നു. ക്യാമറ കണ്ണുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് എല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല. ക്യാമറ എന്ത് ചിത്രീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. വരികളുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാം. ലോകത്തെ കാണുന്ന കണ്ണിന് തന്നെ കാണാൻ ശക്തിയില്ല എന്നതാണ് വരികളുടെ ആശയം. അതായത് ലോകത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിമിതികളും കാണുകയും സ്വന്തം പരിമിതികളും പ്രശ്നങ്ങളും പോരായ്മകളും ഒരിക്കലും കാണാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് കാണേണ്ടത് കാണാതിരിക്കുകയും സ്വയം വിമർശനത്തിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമ ലോകത്തെ അവതരിപ്പിക്കാൻ ഈ വരികൾ പര്യാപ്തമാണ്. ആത്മപരിശോധന നടത്തേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. മാധ്യമങ്ങൾ സമൂഹത്തെ കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സ്വയം വിലയിരുത്തലിന് തയ്യാറാകുന്നില്ല എന്നർത്ഥം. പാഠത്തിന് മുന്നോടിയായി കൊടുത്തിരിക്കുന്ന 2 വരികൾ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തുചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു. സാമൂഹിക ജീവിതത്തിൽ നിശബ്ദരാക്കപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്. അവരുടെ ശബ്ദമായി മാറാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കണം. അത്തരം പ്രതികരണങ്ങളാണ് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടേണ്ടത്. മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന കാഴ്ചയുടെ വിപുലതയാണ് കാഴ്ചകളുടെ ഘോഷയാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതെല്ലാം ഇന്നത്തെ കാലത്തും നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഈ കഥ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്ന ചോദ്യം. അതായത് പാർശ്വവൽക്കരിക്കപ്പെടുക, മാറ്റി നിർത്തപ്പെടുക, ഇവരുടെ ശബ്ദമായി മാറാൻ ഇന്നത്തെ നവമാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം അതുതന്നെയാണ്. ഇനി നമുക്ക് കഥാകൃത്തിനെ പരിചയപ്പെടാം. VKN വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്വാമലയിൽ 1932 ഏപ്രിൽ 6 അദ്ദേഹം ജനിച്ചത്. സവിശേഷമായൊരു രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ വേറിട്ടു നിന്ന വ്യക്തിത്വമായിരുന്നു VKN. ഹാസ്യരചനകൾ കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരൻ. അധികാര വ്യവസ്ഥയ്ക്കെതിരായ വിമർശനങ്ങളായിരുന്നു VKNൻ്റെ പ്രധാന രചനകളെല്ലാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കഥാസമാഹാരങ്ങൾ പയ്യൻ്റെ യാത്രകൾ, കുഞ്ഞൻ മേനോൻ, അതികായൻ, ചാത്തൻസ്, സർ ചാത്തുവിൻ്റെ റൂളിംഗ്, 50 കഥകൾ. ഈ പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള റെസിഡൻ്റ് എഡിറ്റർ എടുത്തിരിക്കുന്നത്. പയ്യൻ കഥകൾ. ഈ കഥാസമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഹാജിയാർ, മാനാഞ്ചിറ ടെസ്റ്റ്, പയ്യൻ്റെ ഡയറി. നോവലുകൾ അസുരവാണി, മഞ്ചൽ, ആരോഹണം. ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ്, ജനറൽ ചാത്തൻസ്, പയ്യൻ്റെ രാജാവ്, പെൺപട, പിതാമഹൻ, മുട്ടത്തു വർക്കി അവാർഡ് ലഭിക്കുകയുണ്ടായി. കുടിനീർ, നാണുആര്, അധികാരം, അനന്തരം. നോവലറ്റ്, അമ്മൂമ്മ കഥ, നർമ്മലേഖനം, 5000 കോപ്പും. 2004 ജനുവരി 25 അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി നമുക്ക് കഥ വായിക്കാം.
പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. കഥ ഒരു പത്രം ഓഫീസിനെ ചുറ്റിപ്പറ്റിയാണ്. പുണ്യതീർത്ഥ സ്വാമികളാണ് ആ പത്രത്തിൻ്റെ ഉടമസ്ഥൻ. അതിലെ ഒരു ഇടത്തരം റിപ്പോർട്ടറാണ് വെങ്കടേശ അയ്യങ്കാർ. അദ്ദേഹത്തിന് മെയ്യനങ്ങാ വേലകൾ ചെയ്യുന്നതിലായിരുന്നു താല്പര്യം. മജിസ്ട്രേറ്റ് കോടതികളെ ചുറ്റിപ്പറ്റിയുള്ള കുറ്റവും ശിക്ഷയും ഒക്കെ കണ്ടെത്തുക, സന്ധ്യാസമയത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധത്തിൻ്റെ പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് ദിവസവും പത്രത്തിൽ അരക്കോളം വരുന്ന പരമ്പര എഴുതുക, ഇങ്ങനെയുള്ള മെയ്യനങ്ങാ വേലകൾ, ശരീരം അനങ്ങാതെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. സാഹിത്യ പ്രവർത്തന പരിധിക്കകം, അതായത് ഇത്ര മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിധി. ഇതിലപ്പുറത്തേക്കൊന്നും കടന്നു ചിന്തിക്കാനോ അധ്വാനിക്കാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേശന് കുണ്ഠിതമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു വിഷമമുണ്ട്, കുണ്ഠിതം, ദുഃഖം, വിഷമമുണ്ട്. അതായത് അദ്ദേഹം വ്യാഴവട്ട സ്മരണകൾ എത്രയോ വർഷമായിട്ട്, വ്യാഴവട്ടം എന്നതുകൊണ്ട് 12 വർഷം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരുപാട് വർഷം അദ്ദേഹം പലതരത്തിൽ റിപ്പോർട്ടുകൾ എഴുതിയിട്ടും അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ചീഫ് റിപ്പോർട്ടർ ആവാൻ സാധിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാതായത് തനിക്ക് പുറകെ വന്നവർ, അതായത് തൻ്റെ ജൂനിയേഴ്സായിട്ട് ആ പത്രത്തിൽ കയറിയവരൊക്കെ തന്നെയും തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായിട്ട് വാഴ്ത്തപ്പെട്ടു. അതായത് തന്നേക്കാൾ ഉയർന്ന നിലയിലുള്ള പോസ്റ്റുകളൊക്കെ തൻ്റെ പിറകെ വന്നവർ കരസ്ഥമാക്കി എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് സഹിക്കവയ്യാതായത്. ഇവിടെ മെയ്യനങ്ങാ വേലകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് പ്രസിദ്ധിയും പ്രമോഷനും ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ ഇവിടെ VKN തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ കണക്കറ്റ് പരിഹസിക്കുകയാണ്. അങ്ങനെ വെങ്കടേശൻ മനം നൊന്തിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. വെങ്കടേശൻ്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരു അവസരമായിരുന്നു, എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്തു. പത്രസ്വാമിക്ക് ബഹുസന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെൻ്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശനെ പ്രോത്സാഹിപ്പിച്ചു. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അതു കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്നു കാണുക, പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. ഭാഗ്യത്തിന് അദ്ദേഹം നഗരത്തിൽ വരാൻ ഇടയാവുകയും ചെയ്തു. ഇതൊരു അവസരമായിട്ട് നമ്മുടെ വെങ്കടേശൻ കണക്കാക്കി. അങ്ങനെ അദ്ദേഹത്തെ ഒരു പ്രത്യേക പ്രയോഗം കൊണ്ട്, അതായത് ബഹദൂർ ശാസ്ത്രികൾ, ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന ബഹുവചന പ്രത്യയം ചേർത്തുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ പ്രോഗ്രാം കവർ ചെയ്തു. അദ്ദേഹം അതിനെക്കുറിച്ച് ബഹുനീള റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചു. അതോടുകൂടി പത്രത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള പുണ്യതീർത്ഥ സ്വാമികൾക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം മുൻകൂറായിട്ട് ഇൻക്രിമെൻ്റ് കൊടുത്തു, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഈ ഒരു സന്തോഷം അദ്ദേഹത്തിന് 6 മാസക്കാലത്തേക്കേ ഉണ്ടായുള്ളൂ. വീണ്ടും ആ സങ്കടം പുറത്തേക്ക് വന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം? താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലല്ലോ എന്ന സങ്കടം. ഇൻക്രിമെൻ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും തനിക്ക് ഉയർന്നൊരു പോസ്റ്റ് പത്രത്തിൽ ലഭിക്കുന്നില്ല എന്ന ദുഃഖം വീണ്ടും അദ്ദേഹത്തെ വേട്ടയാടി. ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. അതിരാവിലെ ചെന്ന് പത്രസ്വാമിയെ വീട്ടിൽ ചെന്ന് കണ്ട് കാര്യം പറയുക. അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്നിക്കണം. പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാൻ്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾദുരൈ സ്വാമി പറഞ്ഞു.
കോണി കയറാൻ വെങ്കിടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൾസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. നിമിഷാർദ്ധം ശങ്കിക്കാതെ വെങ്കിടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിങ്കത്തിന്റെ മുഖത്തേക്കെറിഞ്ഞ് കോണി കയറി. കൗബീനവും ഷർട്ട് കോട്ടും തലപ്പാവും ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കിടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്താൻ. പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി. വെങ്കിടേശന്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ച് നുറുക്കിയിടുകയാണ്. പട്ടിയുടെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? വെങ്കിടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. അങ്ങനെ വെങ്കിടേശൻ രണ്ടും കൽപ്പിച്ച് പത്രസ്വാമിയെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. തീരുമാനം ഇതാണ്, അടിയന്തരമ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം. അടിയന്തരമ തമിഴ് കൂടി കലർത്തിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടിയന്തരമായിട്ട് തനിക്ക് ചീഫ് റിപ്പോർട്ടർ ആകണം, അതില്ലെങ്കിൽ താൻ രാജിവെക്കുന്നു, മന്നിക്കണം, ക്ഷമിക്കണം. അങ്ങനെ തിരുപ്പതി സ്വാമിയെ പൂജിച്ച് അദ്ദേഹം പത്രസ്വാമിയുടെ വസതി വീട്ടിലെത്തിയപ്പോഴാണ് സ്വാമി മുകളിലാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ വേലക്കാരൻ വന്ന് പറയുന്നു. ആ വേലക്കാരൻ്റെ പേരും വളരെ രസകരമായിട്ടാണ് കഥാകൃത്ത് കൊടുത്തിരിക്കുന്നത്, വാൾദൊരൈ സ്വാമി. അങ്ങനെ കോണി കയറാൻ തളത്തിലേക്ക് കടന്നപ്പോഴാണ് അവിടെ വളർത്തുന്ന കൂറ്റൻ അൾസേഷ്യൻ പട്ടി ഈ മുകളിലേക്ക് കയറുന്ന നിരായുധൻ, ആയുധമൊന്നുമില്ലാത്തവൻ. ഇവിടെ വെങ്കിടേശൻ്റെ കയ്യിൽ ആ പട്ടിയെ ഓടിക്കാൻ, കുരച്ച് തൻ്റെ നേർക്ക് ചാടുന്ന പട്ടിയെ ഓടിക്കാൻ കയ്യിൽ വടിയോ കല്ലോ ഒന്നുമില്ല. അങ്ങനെയുള്ള നിരായുധൻ്റെ നേർക്ക് പട്ടി കുരച്ചു ചാടുന്നത്. നിമിഷാർദ്ധം, നിമിഷത്തിൻ്റെ അർദ്ധം പകുതി എന്നുവെച്ചാൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ശങ്കിക്കാതെ, യാതൊരു ശങ്കയ്ക്കും അതായത് സംശയത്തിനും ഇട നൽകാതെ വെങ്കിടേശൻ എന്ത് ചെയ്തു, ഈ പട്ടിയുടെ കുരയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന മട്ടിൽ താൻ ഉടുത്തിരുന്ന മുണ്ടഴിച്ച് ആ പട്ടിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ശിങ്കത്തിൻ്റെ മുഖത്തെറിഞ്ഞു. ശിങ്കം എന്ന് പറഞ്ഞാൽ സിംഹമാണ്. ഇവിടെ കുരച്ചു ചാടുന്ന അൾസേഷ്യൻ പട്ടിയാണ് ശിങ്കം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശിങ്കം എന്നാൽ സിംഹം എന്ന അർത്ഥമാണ് പറയുന്നത്. പക്ഷേ ഈ പട്ടിയുടെ കുരയുടെ ശൗര്യം കൊണ്ട് ശിങ്കം എന്ന് വിശേഷിപ്പിക്കുന്നു. കൗബീനവും ഷർട്ട് കോട്ടും, കൗബീനം അടിവസ്ത്രവും ഈ ഷർട്ടും കോട്ടും തലപ്പാവും ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കിടേശനെയും നോക്കി താഴെ പട്ടിയുടെ കുര ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചു നേരം പത്രസ്വാമി അന്താളിച്ച് നിന്നിട്ടുണ്ടാവണം. പിന്നീട് അവർ രണ്ടുപേരും താഴേക്കിറങ്ങി. അപ്പോഴേക്കും ഈ വെങ്കിടേശൻ്റെ വസ്ത്രം ഇഞ്ചിഞ്ചായി ഈ അൾസേഷ്യൻ പട്ടി കടിച്ച് നുറുക്കിയിടുകയാണ്. രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഉനക്ക് എന്നെ വേണം, ഉനക്ക് നിനക്ക് എന്താണ് വേണ്ടത്? വെങ്കിടേശന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, ചീഫ് റിപ്പോർട്ടർ ആകണം. കാര്യം ഉടനെ തന്നെ വെട്ടിത്തുറന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് ரொம்ப ചിന്ന പോസ്റ്റ്, വേറെന്നാ വേണം? നിങ്ങൾ കൽപ്പിച്ചാൽ മതി, പത്രസ്വാമി ഉത്തരവായി. இந்த നിമിഷം മുതൽ സെത്ത് പോകും വരേക്കും നീ നമ്മ പത്രത്തോടെ റെസിഡൻറ്റ് എഡിറ്റർ. പ്രത്യുൽപ്പന്നമതി, വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ള ആൾ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള മിടുക്കനായ താൻ, അതോടൊപ്പം കൊതിയനുമായ ഉനക്ക് നിനക്ക്, അത് ரொம்ப ചിന്ന പോസ്റ്റ്, ரொம்ப അത് വളരെ ചെറിയൊരു പോസ്റ്റാണ്. ചീഫ് റിപ്പോർട്ടർ ആകുക എന്നത് നിൻ്റെ കഴിവിനെ ഉൾക്കൊണ്ടിട്ടാണെങ്കിൽ അത് വളരെ ചെറിയ പോസ്റ്റാണ്. അതല്ലാതെ വേറെ എന്ത് പോസ്റ്റാണ് നിനക്ക് വേണ്ടത്? ഇവിടെയൊക്കെ പരിഹാസമാണ്. അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ മട്ടിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൽപ്പിച്ചാൽ മതി, നിങ്ങൾ കൽപ്പിച്ചാൽ മതിയാകും എന്ന് അദ്ദേഹം പറയുന്നു. പത്രസ്വാമി ഉടനെ ഉത്തരവിടുന്നു, ഇന്ത നിമിഷം മുതൽ സെത്ത് പോകും വരെ, ഈ നിമിഷം മുതൽ നീ മരിച്ചു പോകുന്നത് വരെയും നീ നമ്മുടെ പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ് എന്നാണ് പറയുന്നത്. ഒരു പത്രത്തിലോ മാഗസീനിലോ സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒരു എഡിറ്ററെയാണ് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ഇത്തരം ഒരു റെസിഡൻറ്റ് എഡിറ്റർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവർ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുകയും അവിടെയുള്ള പത്രത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരെ റെസിഡൻറ്റ് എന്ന് വിളിക്കുന്നത്. ആക്ഷേപഹാസ്യവും പരിഹാസവും തുളുമ്പി നിൽക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണിത്. പത്രമാധ്യമ ലോകത്തെ അനാരോഗ്യ പ്രവണതകളെ നർമ്മമധുരമായിട്ട് ഈ കഥ അവതരിപ്പിക്കുന്നു.
ഈ കഥയിൽ പറയുന്ന വെങ്കിടേശനെ പോലെയുള്ളവർ, അതായത് മെയ്യനങ്ങാ വേലകൾ ചെയ്യുമ്പോഴും ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ചെല്ലാനും മടിയൊന്നും കൂടാതെ അതിനുവേണ്ടി അപേക്ഷിക്കാനും കഴിയുന്ന ചില സ്വാർത്ഥമതികളായിട്ടുള്ള അല്ലെങ്കിൽ തൻ കാര്യം നോക്കുന്ന ചില പ്രവർത്തകർ ഇപ്പോഴും നവമാധ്യമങ്ങളിലുണ്ട്. അവരെയൊക്കെ കണക്കറ്റ് പരിഹസിക്കുന്ന കഥാകൃത്തിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതിന് പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെയും ഭാഷയെയും ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കഥാപാത്ര ചിത്രീകരണവും VKN സ്റ്റൈലിൽ തന്നെയാണ് എന്ന് പറയാം. അതായത് കഥാപാത്രങ്ങളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ മതിയാവും. പുണ്യതീർത്ഥ സ്വാമികൾ, വെങ്കിടേശ അയ്യങ്കാർ, കയ്യാങ്കളി ശാസ്ത്രികൾ, പത്രസ്വാമി എന്നിങ്ങനെ കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കുക. ഈ കഥാപാത്രങ്ങളിൽ യോജിച്ച തരത്തിലുള്ള ഭാഷയും നമുക്ക് കാണാൻ പറ്റും. കഥയിലെ റെസിഡൻ്റ് എഡിറ്ററും പത്രസ്വാമിയും വെങ്കിടേശനും അൽസേഷൻ പട്ടിയും വിശ്വസ്തനുമൊക്കെ സമൂഹത്തിലെയും മാധ്യമരംഗത്തിലെയും പലതരം പ്രതിനിധാനങ്ങളുടെ സൂചകങ്ങളാണ്. ഈ കഥ സമകാലിക മാധ്യമലോകത്തെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം മാധ്യമലോകത്തെ നന്മ തിന്മകൾ മനസ്സിലാക്കി തരാനും കഴിയുന്ന ഒന്നാണ്. അതോടൊപ്പം വരും തലമുറ മാധ്യമ സാക്ഷരത കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈ കഥ നമുക്ക് സൂചന നൽകുന്നു. റെസിഡൻ്റ് എഡിറ്റർ എന്ന കഥ ഏവരും ആസ്വദിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.